ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അബി ജയിലിൽ നിന്ന് ഇറങ്ങിയെങ്കിലും എല്ലാവരുടെയും മുമ്പിലിട്ട് മുത്തശ്ശൻ ഒന്നും കൂടെ അബിയെ നാണം കെടുത്തുകയാണ്. ഇനിയും ഇതുപോലുള്ള പണികളൊക്കെ കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി നിന്റെ സ്ഥാനം ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഇപ്പോൾ ഉള്ള പോലെ ഒരു മാനസിക പരിഗണന പോലും ആ സമയത്ത് നിനക്ക് ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അബി തല താഴ്ത്തി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ അബിക്ക് നയനയോടും ആദർശിനോടും അതുപോലെ തന്നെ നന്ദുവിനോടും ഒക്കെ ദേഷ്യവും വൈരാഗ്യം കൂടുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ആദർശനെയും മുത്തശ്ശനെയും ഒക്കെ തകർത്തേ പറ്റുള്ളൂ എന്ന് തന്നെ തീരുമാനിക്കുകയാണ് നമ്മുടെ അബി. ജലജയായിട്ട് സംസാരിക്കുമ്പം ജലജയും പറയുന്നുണ്ട്, കണ്ടില്ലേടാ, അയാൾ നിന്നെ എല്ലാവരുടെ മുമ്പിൽ എന്തോരം നാണം കെടുത്തി. നിന്റെ അഭിമാനത്തിന് വരെ അയാൾ ചോദ്യം ചെയ്തു. നിന്നെ ഒരു ജയിൽ പുള്ളിയായിട്ട് കാണാനാ അവരെല്ലാരും ആഗ്രഹിച്ചിരുന്നത്. ഇതിനൊരു പകരം വീട്ടിൽ ഉറപ്പായിട്ട് വേണോ അബി? ഈ വീട്ടിലുള്ള ആരെയും അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സമ്മതിക്കരുത്. ഇത്ര നാളും നമ്മളെ കണ്ണീര് കുടിപ്പിച്ച ഇവരാരും ഇനി സന്തോഷിക്കാൻ പാടില്ല. ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും ഇവർക്കിട്ടുള്ള തിരിച്ചടികളായിരിക്കണം. ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അവർക്ക് മതിയായിട്ടില്ല. ഇനിയും അവര് നമ്മളെ എങ്ങനെ ഉപദ്രവിക്കണമെന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. അതിനുള്ള വഴികളൊക്കെ ആദർശ നയനും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലോ. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്റെ ഭാര്യ നമ്മുടെ കൂടെ നിൽക്കുന്നത് തന്നെ നല്ലതാന്നൊക്കെ പറയുക. അന്നേരം അബി പറയുന്നുണ്ട്, അമ്മേ അതുകൊണ്ടല്ലേ അമ്മേ അവളെ ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തിയേക്കുന്നത്. നമുക്ക് അവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളിയാ അവള്. അതുകൊണ്ട് അവളെ വെറുപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അവളെ മുഖാന്തരം വേണം നമുക്ക് ഈ തറവാടിന്റെ അസ്ഥിവാരം ഒന്ന് ഇളക്കി മറിക്കാൻ. അയാളെയും അയാൾ കെട്ടിപ്പടുത്ത് ഈ സാമ്രാജ്യവും നമുക്ക് ഇല്ലാതാക്കണം. എല്ലാവരുടെയും മുമ്പിൽ അയാളും അയാളുടെ കൊച്ചുമക്കളും ഒക്കെ തല കുനിച്ച് നിൽക്കുന്ന എനിക്ക് കാണണോ അമ്മയെന്നൊക്കെ തന്നെ പറയുക. അങ്ങനെ ജലജ അബിയുടെ മനസ്സിലെ ആ പകയും വൈരാഗ്യവും ഒന്നും കൂടെ ഒന്ന് ആളിക്കെത്താനായിട്ട് എരിവ് കയറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ്. അബി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഇതൊരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. എന്നെ ജയിൽ പുള്ളി ആക്കിയ ആരെയും തന്നെ ഞാൻ വെറുതെ വിടില്ല. പ്രത്യേകിച്ച് ആദർശിനും നയനെയും ആ നന്ദുവിനെയും. ഇതിനൊക്കെ ഒരു തിരിച്ചടി അവർക്ക് ഉറപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കും. അതിനുള്ള പുതിയ പദ്ധതിയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുക. അപ്പൊ ജലജ പറയുന്നുണ്ട്, ആ അത് തന്നെയാ എന്റെയും പേടി. ഇതുവരെ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പാളിപ്പോയിട്ടല്ലേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച പോലൊന്നും ഒന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അബി പറയുക, അമ്മേ ഇതിലെന്തായാലും ഒരു പാളിച്ചയും ഉണ്ടാവില്ല. മുത്തശ്ശനെയും ആദർശനെയും അനിയൊക്കെ തകർക്കാനായിട്ട് ഞാൻ വേറൊരാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പോവാ. അയാൾ വീശുന്ന വലയിൽ ഇവരൊക്കെ വീണിരിക്കും അമ്മേ, അല്ലെങ്കിൽ അവരെ വീഴ്ത്തിയിരിക്കും ഞാൻ എന്ന് പറയുകയാണ് കേട്ടോ അബി. ഇതിനൊരു പകരം വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും ഇതിന്റെ പ്രത്യാഘാതം അവർ നേരിടേണ്ടി വരിക. ഞാൻ ഇത്രയും ദിവസം ജയിലിൽ കിടന്നില്ലേ, അതുപോലെ തന്നെ അവരുടെ കൊച്ചുമക്കളെയും ജയിലിനകത്ത് കിടത്തണം. എങ്കിൽ മാത്രമേ ഞാൻ അനുഭവിച്ച വേദനയൊക്കെ എന്താണെന്ന് അവർക്കും മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ജലജ പറയാ, എന്റെ പൊന്നബി, ഇതൊക്കെ കേൾക്കാൻ രസമുണ്ട്. ഇതൊക്കെ നടക്കുമെന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവരെ എങ്ങനെ ഇതിൽ കൊടുക്കാനായിട്ടാ? ആൾബലവും പോലീസ് സപ്പോർട്ടും എല്ലാം ഉണ്ട് അവർക്ക്. പിന്നെ അവർക്കെതിരെ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നാ നീ പറയുന്നത്? ദേ, ആവശ്യമില്ലാത്ത പണിയൊക്കെ കാണിച്ചിട്ട് വീണ്ടും നീ ജയിലിൽ പോകുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അറിയാവല്ലോ, നമ്മുടെ സമയം ഇപ്പൊ ഭയങ്കര മോശമാ. അതുകൊണ്ടാ നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടുന്നത്. ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. എല്ലാം കാണിച്ചു കൂട്ടി വെച്ചിട്ട് ആ കുടുക്കിൽ നമ്മൾ തന്നെ വീഴരുത്. പിന്നെ നമുക്കിവിടെ നിലനിൽപ്പുണ്ടാവില്ല. അതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം എന്തിനും നീ ഒരുങ്ങി ഇറങ്ങാന്നൊക്കെ തന്നെ പറയുക. അപ്പൊ അഭി പറയുന്നുണ്ട്, ഇല്ലമ്മേ, അമ്മ പേടിക്കുന്ന പോലെ എന്റെ ഈ പ്ലാൻ ഒന്നും പാളിപ്പോകില്ല. ഇതൊരു അറ്റക്കൈ പ്രയോഗം തന്നെയാ. ഇതിൽ ഉറപ്പായിട്ടും ആദർശ് വീണിരിക്കുന്നു തന്നെ പറയുക. അവനെ ഇവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണാനേ ഞാൻ കൊതിച്ചിരിക്കുക. ഇതങ്ങനെ പാളിപ്പോകൊന്നുമില്ല. ഞാൻ എന്റെ ഫുൾ എഫേർട്ട് എടുത്തിട്ടേ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുള്ളൂ. ഇനി ഇവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാനും തോൽക്കാനും ഞാൻ തയ്യാറല്ല അമ്മേ. ഇതെന്റെ ജീവൻ മരണ പോരാട്ടമാ. എന്നെ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് ഇനി ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുക അയാളെന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ആദർശനെതിരെ ഞാൻ ഇങ്ങനൊരു കളി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ എന്തായാലും കാത്തിരുന്നോ. അങ്ങനെയുള്ള മനസ്സ് തണുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്കിനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ നയനെ ഇത് ഓർത്തിരുന്ന് പൊട്ടി പൊട്ടി കരയുന്ന അമ്മയ്ക്ക് കാണാം. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ അമ്മയെ വേദനിപ്പിച്ചവരൊക്കെ ഇവിടെ ഇരുന്ന് കരയുന്ന അമ്മയ്ക്ക് കണ്ട് സന്തോഷിക്കാന്ന് തന്നെ പറയുകയാണ് കേട്ടോ അബി ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴാണെങ്കിലും ജലജയ്ക്ക് മനസ്സിലൊരു സന്തോഷം ആവുന്നുണ്ട്. ജലജ പറയുക, അതേ മോനെ, അവർ കരയുന്നത് എനിക്ക് കാണണം. നിന്നെ ഓർത്ത് ഞാൻ ഇത്രയും ദിവസം കരഞ്ഞതുപോലെ അവരിരുന്ന് കരയുന്നത് എനിക്ക് കാണണം. അത് കണ്ട് എന്റെ കൺ കൊള്ളിർക്കണമെന്നൊക്കെ തന്നെ നമ്മുടെ ജലജ പറയുക. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്, അല്ലട മോനെ, ആദർശന് കൊടുക്കാൻ എന്ത് പരിപാടി എന്നീ കാണിക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അബി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. ആദർശ് എന്ന മാനിന്റെ മുഖംമൂടി ഞാൻ വലിച്ചു കീറാൻ പോവുക. ഈ തറവാട്ടിൽ നിന്ന് ഇനി അയാൾക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അയാളെ കൊണ്ട് എത്തിക്കും എന്നൊക്കെ തന്നെ പറയുക. അമ്മയോട് ഞാനെല്ലാം പിന്നെ വിശദമായിട്ട് പറയാം. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിക്കട്ടെ എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ജലജ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ജലജ ഇച്ചിരി സന്തോഷത്തോടെ തന്നെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ.
അതേസമയത്ത് നമ്മുടെ അബി വിളിക്കുന്നതാട്ടെ നഗരത്തിലെ കുപ്രസിദ്ധനായ ഒരു കള്ളക്കടത്തുകാരനെ തന്നെയായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല അയാളുടെ തൊഴില്, പിടിച്ചുപറിയും മോഷണവും അതുപോലെ തന്നെ കൊട്ടേഷനും കള്ളക്കടത്തും എല്ലാം തന്നെ അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ തരികിട പരിപാടികളും കയ്യിലുള്ള ഒരാളെ തന്നെയാണ് അബി ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. ഇതുപോലുള്ള എല്ലാ കൊള്ളരുതായ്മകളും ചെയ്യുന്ന ഒരു ഗ്യാങ്ങിന്റെ ലീഡറിനെ തന്നെയാണ് അബി ബന്ധപ്പെടുന്നതും. അയാളാകട്ടെ ഒരു വ്യവസായി കൂടിയാണ് കേട്ടോ. അയാളാകട്ടെ പകൽമാനിനായി നടിക്കുന്ന ഒരു വ്യവസായി കൂടിയാണ്. മുത്തശ്ശനോടും ആദർശനോടും ഒക്കെ പണ്ടേ വൈരാഗ്യമുള്ള ഒരു വ്യവസായി കൂടിയാണ് അയാള്. നേരത്തെ തന്നെ അനന്തപുരിക്കാരുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തപുരിക്കാരോട് അയാൾക്ക് നല്ല വൈരാഗ്യവും ദേഷ്യവും ഉണ്ടായിരുന്നു. പകരം വീട്ടാനായി ഒരവസരം കാത്തിരിക്കുകയാണ് അബി അയാളെ കോണ്ടാക്ട് ചെയ്യുന്നതും. അബി അയാളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ നേരിട്ട് കാണാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അയാളോട് അബി പറയുന്നുണ്ട്, ആദർശനെ പൂട്ടണം, മുത്തശ്ശനെ നാണം കെടുത്തണം, അയാൾ ഇനി പുറം ലോകം കാണാൻ പാടില്ല, അയാളെ അതുപോലെ കൊടുക്കണമെന്നൊക്കെ തന്നെ പറയുക. അയാളും അയാളുടെ കൊച്ചുമോനും കൂടിയിട്ട് എന്നെ എന്തോരം ഉപദ്രവിച്ചു എന്നറിയാവോ. എന്നെ ആ വീട്ടിലെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി. വീട്ടിൽ മാത്രമല്ല ജ്വല്ലറിയിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഞാനിപ്പോൾ നാണം കെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. എനിക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ. വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ പോലും ഗ്ലാസ് ഫുള്ള് ഇട്ടുകൊണ്ടല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് നാണക്കേടായിപ്പോയി എനിക്ക്. ജ്വല്ലറിയിൽ ഞാൻ കാണിച്ച ചെറിയൊരു തിരിമറിയുടെ പേരിൽ എന്നെ അയാൾ ജയിലിലടച്ചു. ഇപ്പൊ ജയിൽ പുള്ളി എന്നുള്ളൊരു പേരും എനിക്ക് കിട്ടി. ആദർശനെ ഒന്ന് പൂട്ടിയേ പറ്റത്തുള്ളൂ. അവൻ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങളും അപമാനങ്ങളും ചില്ലറയല്ല. അതിനു വേണ്ടിയിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ അബി അയാളോട് പറയുകയാണ്. അന്നേരം അനന്തപുരിക്കാരോട് പണ്ടേ വൈരാഗ്യമുള്ള അയാളാണെങ്കിലും ഇതൊരു അവസരമായിട്ട് കണക്ക് കൂട്ടിയിട്ട് സമ്മതമാണെന്ന് തന്നെ പറയുകയാണ് അബിയോട്. എന്റെ ബിസിനസ്സും പൊളിഞ്ഞു പോകാൻ ഇയാൾ തന്നെയാണ് കാരണം. പണ്ട് എനിക്കും ഒരു സ്വർണ്ണക്കടയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഇതുപോലെ ടാക്സ് വെട്ടിച്ച് സ്വർണ്ണ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. എന്റെ ബിസിനസ് പൊളിയാൻ അനന്തമൂർത്തിയാണ് കാരണം. അനന്തമൂർത്തിയാണ് എൻ്റെ ജീവിതവും നശിക്കാൻ കാരണം എന്നൊക്കെ തന്നെ അയാൾ പറയുന്നുണ്ട്. അയാൾ കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. എനിക്കുണ്ടായ മാനക്കേടുകളൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. ഇപ്പം എന്തായാലും ആ അവസരം എന്നെ തേടി വന്നിരിക്കുക. അയാളെ പൂട്ടാൻ എനിക്കൊരു അവസരം കിട്ടിയതല്ലേ, ഞാൻ ഉറപ്പായിട്ടും തന്നെ സഹായിക്കാൻ പെടുമെന്നൊക്കെ തന്നെ അയാളും പറയുക അബിയോട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അബിയെയും മുത്തശ്ശനെയൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു പുതിയ പദ്ധതി തന്നെ തയ്യാറാക്കുകയാണ്. അങ്ങനെ ഒരു വ്യാജ ബിസിനസ് ഡീലറിന്റെ പേരിൽ തന്നെ ആദർശനെ സമീപിക്കുക. അത് മുഖേന തന്നെ ആദർശന് സ്വർണ്ണക്കള്ളക്കടത്ത് ടീമുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ വരുത്തി തീർക്കണം. അയാളെ കുടുക്കി പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക. അപ്പൊ അയാൾ അബിയോട് പറയുന്നുണ്ട്, വേണ്ട, തന്റെ ഐഡിയ ഒന്നും ഇവിടെ ചെലവാകൂല. അയാളെ പൂട്ടേണ്ടത് എങ്ങനെയെന്നൊക്കെ എനിക്കറിയാം. അല്ലറ ചില്ലറ കൊട്ടേഷനും പിടിച്ചുപറിയും മോഷണമൊക്കെ ആയിട്ടല്ലേ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് അറിയാവിടോ എന്നൊക്കെ തന്നെ പറയുക. അന്നേരം അബി അയാളോട് പറയുന്നുണ്ട്, എന്ത് ചെയ്താലും സൂക്ഷിച്ചു വേണം. ഇതിന്റെയൊക്കെ പിന്നില് ഞാനുണ്ടെന്നുള്ളത് അവരൊരിക്കലും അറിയാൻ പാടില്ല. ഇപ്പൊ തന്നെ കയ്യാല് പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് എന്റെ അവസ്ഥ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു നീക്കം ഉണ്ടായെന്നറിഞ്ഞ അയാൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്നെ മാത്രം പുറത്താക്കിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്റെ ഭാര്യയും കുഞ്ഞിനും അയാൾ അവിടുന്ന് പുറത്താക്കും. എന്റെ അമ്മ പിന്നെ വഴിയാധാരമാകും. അങ്ങനൊരു അവസ്ഥ എനിക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടൊക്കെയാ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്നൊക്കെ തന്നെ അഭി പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഏയ് ഇല്ല, അനന്തമൂർത്തിയെയും അയാളുടെ കുടുംബത്തെയും താറടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പണ്ട് മുതലേ ഉള്ള ലക്ഷ്യം തന്നെയായിരുന്നു. ഇപ്പൊ അതിനൊരു അവസരം താനായിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. ഇതിന്റെ പിന്നിൽ താനുണ്ടെന്ന് ആരും അറിയില്ല. അതുപോലെ തനിക്കെന്നൊക്കെ തന്നെ അയാൾ പറയുമ്പോഴേക്കും അത് മതി, എനിക്കത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഒന്നും കൂടി ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ടാണ് കേട്ടോ അബി അവിടുന്ന് പോകുന്നത്. അങ്ങനെ വേഷമൊക്കെ മാറിയിട്ട് തന്നെ അയാൾ ആദർശനെ കാണാനായിട്ടൊക്കെ എത്തുകയാണ്. മൂർത്തീസ് ഗ്രൂപ്പുമായിട്ട് കോടികളുടെ ഒരു ബിസിനസ് തന്നെ നടത്താനായിട്ട് ആദർശമായിട്ട് സംസാരിക്കാൻ എന്ന വ്യാജേനയാണ് അയാൾ ജ്വല്ലറിയിൽ കയറി കൂടുന്നത്. വലിയൊരു ഓർഡർ തന്നെ കൊടുക്കാനാണെന്നുള്ള പേരിലാണ് അയാൾ അവിടെ എത്തുന്നതും. അതൊരു കോടികളുടെ ഇടപാട് തന്നെ നടത്താനാണെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. ഇതുപോലുള്ള ബൾക്കായിട്ടുള്ള ഓർഡറുകളൊക്കെ സർവ്വസാധാരണമാണല്ലോ അനന്തപുരിക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ആദർശം മനസ്സിലാക്കുന്നില്ല. ഈ ഡീലങ്ങ് ഉറപ്പിച്ചാലെന്നൊക്കെ അയാൾ ചോദിക്കുമ്പോഴേക്കും അതിനെന്താ എന്നിങ്ങനെ തന്നെ ആദർശ് പറയുന്നുണ്ട്. അയാൾ എന്നിട്ട് ആദർശനോട് പറഞ്ഞു, കുറച്ച് ക്യാഷ് ഞാൻ എന്തായാലും ഇപ്പം തരാം, ബാക്കി കുറച്ച് ബ്ലാക്ക് മണി ആയിട്ടും തരാം, ബാക്കി സ്വർണ്ണമൊക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം തന്നേക്കാന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് ഈ ഡീലിന് സമ്മതമല്ലെന്ന് തന്നെ പറയുകയാണ്. സോറി, ഈ ഡീൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു കള്ളത്തരവും കാണിക്കാൻ പറ്റില്ല. ഇന്ന് വരെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഇതുപോലൊരു ഇടപാട് നടന്നിട്ടില്ല. അതിനൊട്ടും ഞാൻ സമ്മതിക്കത്തുമില്ല. കള്ളപ്പണവും കള്ളസ്വർണവും ഒന്നും വിറ്റിട്ടുള്ള ഒരു ബിസിനസ്സും ഞങ്ങൾക്ക് വേണ്ട. നേരായ വഴിയിലൂടെ മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കാറുള്ളൂ. ഈ ജ്വല്ലറിയൊക്കെ തുടങ്ങിയ കാലം മുതൽക്കേ ഇന്ന് വരെയും ഇങ്ങനെ തന്നെയാണ് ഈ ജ്വല്ലറിയിൽ ബിസിനസ് നടക്കുന്നത്.
നല്ല പവിത്രമായ സ്വർണം തന്നെയാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്നത്. ടാക്സ് അടിച്ച് സ്വർണം കൊണ്ടുവരുന്നതും വിത്തൗട്ട് ബില്ലിൽ സ്വർണം വിൽക്കുന്നതും അതുപോലെ തന്നെ കള്ളക്കെടുത്ത് കാണിക്കുന്നതും ബ്ലാക്ക് മണി വെളുപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു പരിപാടികളും ഞങ്ങളുടെ ബ്രാഞ്ചുകളിൽ തന്നെ നടക്കുകയില്ല. അതുകൊണ്ട് ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. തനിക്ക് എന്തായാലും പോകാമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ആദർശ് അയാളോട് അവിടുന്ന് പോകാൻ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും അയാൾ പിന്നെയും അവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ ബിസിനസ്സിൽ സാധാരണമല്ലേ, നികുതി വെട്ടിക്കലൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയല്ലേ, ദിവസവും എത്രയോ കോടിയുടെ ബിസിനസ്സാണ് നിങ്ങളുടെ സ്ഥാപനം വഴി നടക്കുന്നത്, അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ഇടപാടുകളൊക്കെ ആര് കണ്ടുപിടിക്കാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അതെന്തും ആയിക്കോട്ടെ, മൂർത്തിസ് ജ്വല്ലറി വഴി സ്വർണ്ണങ്ങൾ വിറ്റു പോകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സ്വർണം അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള വെട്ടിപ്പും തട്ടിപ്പുകളും ഇല്ല. എല്ലാം നേരായ മാർഗത്തിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഒരു നേട്ടവും ഉണ്ടായത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഇടപാടുകൾക്കും ഒരു പ്രലോഭനങ്ങൾക്കും തന്നെ ഞങ്ങൾ വഴങ്ങാറില്ല എന്നൊക്കെ തന്നെ ആദർശ് ദേഷ്യത്തോടെ അയാളോട് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് അയാളോട് ഇറങ്ങി പോകാൻ തന്നെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അയാളെ അവിടുന്ന് അപമാനിച്ച് തന്നെ ഇറക്കി വിടുകയാണ് കേട്ടോ ആദർശ്. അയാള് ആദർശിനെ കുറിച്ചിട്ട് ഇത്രയൊന്നും ഓർത്തിരുന്നില്ല. കാരണം മുത്തശ്ശന്റെ സ്വഭാവം അങ്ങനെയായിരുന്നല്ലോ. അതുകൊണ്ട് അയാളൊന്ന് എറിഞ്ഞു നോക്കിയെങ്കിലും ആദർശ് അവിടെ വീണില്ല. അവസാനം അയാൾ അബിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോയ കാര്യം എന്തായാലും നടന്നില്ല. ഞാൻ ഈ ഡീലിൽ അയാളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ മാക്സിമം നോക്കി. അയാൾ എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിടുകയായിരുന്നു. അയാൾ എന്നെ എല്ലാവരുടെ മുമ്പിൽ അപമാനിച്ചു. അബി ഉടനെ അയാളോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളുടെ ഈ പണ്ടത്തെ ഐഡിയ കൊണ്ടൊന്നും അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അവനെ പൂട്ടാനേ ശക്തമായിട്ടുള്ള ഒരു കാരണം തന്നെ വേണം. നേരായ വഴിയിലൂടെ അവനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് വളഞ്ഞ വഴി തന്നെ സ്വീകരിക്കണം. നമുക്ക് വേറെന്തെങ്കിലും രീതിക്ക് പ്ലാൻ ചെയ്യാന്നൊക്കെ തന്നെ അയാൾ അബിയോട് പറയുകയാണ്. അയാളുടെ ഒപ്പ് തനിക്ക് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാം അബിയോട്. അന്നേരം അബി പറയുന്നുണ്ട്, അതിനിപ്പോ എന്താ. എന്നിട്ട് അബി ആദർശിന്റെ ഒപ്പൊക്കെ സംഘടിപ്പിച്ച് അയാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വ്യാജ ഒരു എഗ്രിമെന്റ് തന്നെ അവിടെ തയ്യാറാക്കുകയാണ് കേട്ടോ. ആദർശ് അയാളുടെ കയ്യിൽ നിന്നും കോടികൾ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളതിന് ഒരു വ്യാജ രേഖ തന്നെ അവരവിടെ റെഡിയാക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം അബി അയാളോട് പറയുന്നുണ്ട്, ഒരു 14 ദിവസമെങ്കിലും അവൻ ജയിലിൽ കിടക്കണം. ഞാൻ കിടന്നതുപോലെ തന്നെ അവനും ജയിലിൽ കിടക്കണം. എങ്കിലേ എൻ്റെ മനസ്സിലൊരു സമാധാനം ആകുള്ളൂ. ഞാൻ എത്രത്തോളം അപമാനിക്കപ്പെട്ടോ, എത്രത്തോളം ഞാൻ വേദന സഹിച്ചോ അതൊക്കെ അവനും അറിയണം. അവനെ ഓർത്ത് അവനെ സ്നേഹിക്കുന്നവരൊക്കെ കരയണം എന്നൊക്കെ തന്നെ അബി പറയുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇത്രയും മാത്രം ചെയ്താൽ പോരാ, ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് കള്ളനോട്ടുകളൊക്കെ തന്നെ ഏൽപ്പിക്കാം. അതെങ്ങനെയെങ്കിലും ആദർശിന്റെ ബാഗിലോ അല്ലെങ്കിൽ ആദർശിന്റെ ക്യാബിനിലോ കൊണ്ടുവയ്ക്കണം. അവിടെയൊക്കെ ചെന്നെത്താൻ തനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തന്നെ ഞാൻ ഇക്കാര്യം ഏൽപ്പിക്കുന്നത്. താൻ അത് വളരെ ഭംഗിയായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ പ്ലാൻ വിജയിക്കുള്ളൂ എന്ന് തന്നെ പറയുകയാണ്. ഞാൻ വേണമെങ്കിൽ ആദർശേട്ടന്റെ ബാഗിൽ ഈ പൈസ ഒളിപ്പിക്കാം. അതും കുറച്ചൊക്കെ പറ്റത്തുള്ളൂ, ഒരുപാടൊന്നും വെക്കാനും പറ്റില്ല. പിന്നെ അയാളുടെ ക്യാബിൽ കയറി വെക്കുന്ന കാര്യം സംശയമാണ്. ഇപ്പൊ ആ നയനയും കൂടെ ഓഫീസിലോട്ട് പോകുന്ന കാരണം അവൾ ഇതൊക്കെ ശ്രദ്ധിക്കും. പിന്നെ എല്ലായിടത്തും CCTV ക്യാമറകൾ അയാൾ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വെക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് സംശയമാണ്. നോക്കട്ടെ, ഞാൻ എന്തായാലും ഒരു വഴി കണ്ടെത്താം എന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ വേഗം തന്നെ ചെയ്തോ, ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇനിയിപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അജ്ഞാത സന്ദേശം കിട്ടിയാൽ അവരൊരു അന്വേഷണത്തിനായിട്ട് അങ്ങോട്ടേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് കേസ് ഒന്ന് സ്ട്രോങ് ആകാനായിട്ട് അവിടെ ഒരു തൊണ്ടിമുതലും വേണം. ഇല്ലെങ്കിൽ ഇതൊക്കെ വ്യാജമാണെന്നുള്ള രീതിയിൽ തള്ളിപ്പോകും. പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകും. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണമെന്നൊക്കെ തന്നെ പറയുകയാണ്. അബിക്ക് അറിയാമായിരുന്നു ഇതെന്തായാലും ഒരു റിസ്ക് പിടിച്ച പണി തന്നെയാണ്. പിന്നെ അബിക്ക് ആദർശിന്റെ ആ ഒരു ക്യാബിനിലോട്ട് പോകുന്നതിലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദർശിന്റെ മേൽനോട്ടത്തിലിരിക്കുന്ന ബ്രാഞ്ചിൽ അവിടുത്തെ സെക്യൂരിറ്റിയെ അബി പണം കൊടുത്ത് സെറ്റാക്കുകയാണ്. അയാൾ മുഖേന ആദർശിന്റെ ക്യാബിൽ ആ കള്ളപ്പണം കൊണ്ട് വെക്കുകയാണ് അബി. അങ്ങനെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാണെന്ന് അയാൾ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അയാളെ അങ്ങ് സെറ്റാക്കി വെച്ചു. അയാൾക്ക് നല്ല പേടിയുണ്ടെങ്കിലും അയാളോട് അബി പറഞ്ഞു, താൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇതിനകത്ത് താൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് മാത്രം താൻ ഓർത്താൽ മതി, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നൊക്കെ തന്നെ അയാളോട് നമ്മുടെ അബി പറയുകയാണ്. അങ്ങനെ ആ ഡീലറെ വിളിച്ചിട്ട് അബി പറയുകയാണ്, എന്നെ ഏൽപ്പിച്ച പണിയൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആദർശിന്റെ ബാഗിലും അതുപോലെ തന്നെ ക്യാബിലും ഞാൻ കള്ളപ്പണം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോന്നൊക്കെ തന്നെ അബി പറയുകയാണ്. അപ്പോൾ അയാൾ അബിയോട് പറയുന്നുണ്ട്, ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ തന്നെ നാളെ രാവിലെ കൊണ്ട് തന്നെ അയാളുടെ എല്ലാം കഴിയും. നാളെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് തനിക്കും തൻ്റെ അമ്മയ്ക്കും ഒക്കെ കൺകുളിർക്ക് കാണാനൊക്കെ അയാൾ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നയനയും ആദർശൊക്കെ കൂടെ ഓഫീസിലോട്ട് വരികയാണ്. ഒരു അജ്ഞാത സന്ദേശം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോലീസ് ജീപ്പ് അവരുടെ ഓഫീസിന് മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ചെന്നിട്ട് ആദർശിനോടും നയനയോടും പറയുന്നുണ്ട്, സാറേ, നമ്മുടെ ഓഫീസിൽ പോലീസുകാർ വന്നിട്ടുണ്ട്, എന്തിനാണെന്നറിയില്ല, സാറിനെ കാണണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുക. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ പോലീസുകാർ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്,
തൻ്റെ പേരിൽ ഒരു പരാതിയുണ്ട്, തന്നെ ഞങ്ങൾക്ക് സ്റ്റേഷനിലോട്ടൊന്ന് കൊണ്ടുപോകണമല്ലോ, ഒന്ന് ചോദ്യം ചെയ്യാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, കുറച്ച് കാര്യങ്ങൾ തന്നോട് ചോദിക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശം നയനയും ഞെട്ടലോട് തന്നെ ചോദിക്കുന്നുണ്ട്, പരാതിയോ? എന്ത് പരാതി? ആരാ ആദർശേട്ടനെതിരെ പരാതി തന്നെ? അപ്പോഴേക്കും തന്നെ പോലീസുകാർ പറയുന്നുണ്ട്, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം. ആദ്യം താൻ ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സ്റ്റേഷനിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്ന് പറയുകയാണ്. അങ്ങനെ ആദർശനം കൂട്ടിയിട്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ് കേട്ടോ. അന്നേരം നയനയ്ക്ക് പോലീസുകാർ ആദർശനെ കൂട്ടിക്കൊണ്ട് പോകുന്ന കാണുമ്പോൾ ഒരുപാട് വിഷമമാവുന്നുണ്ട്. നയന പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ച് മുത്തശ്ശനോടും അതുപോലെ തന്നെ നന്ദുവിനോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നയനെ വിളിച്ച് പറയുമ്പോഴാണ് നന്ദു പോലും ഈ കാര്യം അറിയുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ വന്നതിന് ശേഷം പോലീസുകാർ ആദർശനോട് കാര്യം പറയുന്നുണ്ട്. അന്നേരം ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യവും അതുപോലെ തന്നെ ബൾക്കായിട്ടുള്ള ഓർഡറിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്ന ആ പുള്ളീനെ അവിടെ വെച്ച് ആദർശ് കാണുകയാണ്. അന്നേരം ആ പോലീസുകാരൻ ആദർശനോട് പറയുന്നുണ്ട്, ഇയാളെ തനിക്ക് അറിയാമോ? ഇയാളാണ് തനിക്കെതിരെ പരാതി വന്നിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ നിന്നും താൻ കോടികൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണല്ലോ ഇയാൾ പറഞ്ഞത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇല്ല, ഇയാളെ എനിക്ക് അറിയാം. ഇയാൾ എൻ്റെ ജ്വല്ലറിയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ തന്നിട്ട് കുറച്ച് കാശ് തന്നിട്ട് കുറച്ച് ബ്ലാക്ക് മണി തരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരിടപാടും ഈ ജ്വല്ലറി വഴി നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇയാളെ ഒന്ന് പുറത്താക്കുകയും ചെയ്തായിരുന്നു. അതേ എനിക്കറിയാവുള്ളൂ, വേറൊന്നും അറിയില്ല എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട്, ഇല്ല സാറേ, ഇയാൾ പറയുന്നതൊക്കെ കള്ളമാണ്. ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് കോടികൾ മേടിച്ചതിന്റെ തെളിവിതാ, ഇയാൾ തന്നെ സൈൻ ചെയ്ത് തന്ന പേപ്പർ ഇതെന്നൊക്കെ തന്നെ പറയുകയാണ്. ഇയാൾ ഞാനും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ എഗ്രിമെന്റാ ഇത്. സാറിന് സംശയമാണെങ്കിൽ ഇതൊന്നും നോക്കാന്ന് പറഞ്ഞിട്ട് ആ എഗ്രിമെന്റ് പേപ്പർ എടുത്ത് പോലീസിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അന്നേരം ആദർശ് ആകെ ഇങ്ങനെ ഷോക്കായിരിക്കുകയാണ് കേട്ടോ. ആദർശ് ഇക്കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. എന്നിട്ട് പോലീസ് ആ അഗ്രിമെന്റ് ഒക്കെ നോക്കിയിട്ട് ആദർശിനെ കാണിക്കുന്നുണ്ട്. അന്നേരം അതിൽ ആദർശിന്റെ സൈൻ തന്നെയാണ് കിടക്കുന്നത്. അയ്യോ സാറേ, ഇതെങ്ങനെയാ സംഭവിച്ചേ? ഇതൊന്നും ഞാൻ അറിഞ്ഞോണ്ടല്ല. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ നേര് തന്നെയാണ്. ഇയാൾ ഒരു ബൾക്കായിട്ടുള്ള ഓർഡറിന്റെ കാര്യം സംസാരിക്കാൻ ജ്വല്ലറിയിൽ വന്നിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. അയാളെ അപ്പോൾ തന്നെ ഞാൻ പുറത്താക്കുക ചെയ്തത്. ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുന്ന ഞാനല്ല. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണവും മേടിച്ചിട്ടില്ല എന്ന് തന്നെ ആദർശ് തറപ്പിച്ച് പറയുകയാണ്. എന്നിട്ട് അയാൾ ഉടനെ തന്നെ പറയുന്നുണ്ട്, കണ്ടോ സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയല്ല. വലിയൊരു ഓർഡറാണ്, അതുകൊണ്ട് പകുതി പൈസ അഡ്വാൻസ് ആയിട്ട് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അന്ന് ഇത്രയും കാശ് അയാൾക്ക് കൊടുത്തത്. എഗ്രിമെന്റിൽ ഒപ്പിടുകയും ചെയ്തത് അതുകൊണ്ടാണ്. ഒന്നും അറിയത്തില്ലെന്ന് അയാൾ പറയുന്നു. ഇയാൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നൊക്കെ തന്നെ പറയുകയാണ്. ഇയാൾ പറയുന്നത് മുഴുവൻ കള്ളമാണ് സാറേ, ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്. ഞാൻ മൂർത്തി മുത്തശ്ശന്റെ കൊച്ചുമോനാ. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് എന്തായാലും സംഭവിക്കില്ലെന്നുള്ളത് എന്റെ മുത്തശ്ശനറിയാം. ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. ഇതുപോലൊരു പണമിടപാട് നടത്തേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ലല്ലോ സാറേ എന്നൊക്കെ തന്നെ അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഈയിടെയായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടല്ലോ. പല പല ന്യൂസും നമ്മൾ ടി വിക്കകത്തൂടെ കേൾക്കുന്നതല്ലേ. പിന്നെ അനന്തപുരിയിലെ ഒരു പയ്യനെയാണല്ലോ കഴിഞ്ഞ ദിവസം കള്ളക്കടത്ത് കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കൊക്കെ അയച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾക്ക് അത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ കള്ളക്കടത്തുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്തായാലും സാറിന്റെ ക്യാബിനൊക്കെ ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരും എന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇയാൾ പറഞ്ഞാൽ എന്തെങ്കിലും വാസ്തവൊക്കെ ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. ആദർശാണെങ്കിലും അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് അയാൾക്ക് സമ്മതിക്കുകയാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആദർശന് ഉറപ്പായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആദർശന്റെ ക്യാബിനെ അരിച്ചു പറക്കുകയാണ്. ആ ക്യാബിലെ എല്ലായിടത്തും മുക്കുമൂലയിലും വരെ ആ പോലീസുകാരെ അന്വേഷിക്കുകയാണ്. അങ്ങനെ പോലീസുകാർക്ക് ആദർശന്റെ ക്യാബിൽ നിന്ന് ആ പണവും ആ എഗ്രിമെന്റ് പേപ്പറും ഒക്കെ കിട്ടുകയാണ്. ആദർശ് ആകെ അമ്പരന്ന് ഷോക്കായി തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കിട്ടിയ എവിഡൻസും ഒക്കെ ആയിട്ട് പോലീസുകാർ തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ വരികയാണ്. വന്നതിന് ശേഷം ഈ ന്യൂസൊക്കെ അറിയുമ്പോഴേക്കും ആദർശ് ആകെ ഞെട്ടിത്തെറിച്ച് തന്നെ നിൽക്കുകയാണ്. അയ്യോ സാർ, ഇതാരോ ചെയ്ത ചതിയാണ്. ഇങ്ങനൊരു എഗ്രിമെന്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇത് എൻ്റെ ക്യാബിൽ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ഇത് മനഃപൂർവ്വം ആരോ ഞങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ പണമൊന്നും ഞങ്ങളുടെ അല്ല. കണക്കിൽപ്പെടാത്ത ഒരു പണവും ഞങ്ങളുടെ കൈവശമില്ല. ഞങ്ങൾ ടാക്സ് വെട്ടിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എല്ലാ പേപ്പേഴ്സും ഇതുവരെ കറക്റ്റ് ആണെന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ലല്ലോ സാറേ. ഞങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. ഈ പണം പിന്നെ എങ്ങനെയാണ് സാറിന്റെ ക്യാബിൽ വന്നതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ അന്വേഷിക്കണ്ടേ. ഈ പണം നിങ്ങൾ അറിയാതെ എങ്ങനെയാണ് നിങ്ങളുടെ ക്യാബിൽ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് പോലീസ്. അന്നേരം അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് ആദർശ്. സാർ പ്ലീസ് സാർ, എന്നെ വിശ്വസിക്കണം. ഇതെങ്ങനെ എൻ്റെ ക്യാബിൽ വന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇതാരോ എന്നെ ചതിച്ചതാണ്. ആരോ എന്നെ കൊടുക്കാൻ പറ്റിയിട്ട് മനഃപൂർവ്വം ചെയ്ത പണിയാണിത്. അന്നേരം പോലീസുകാർ പറയുന്നുണ്ട്,
പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയ പരാതിയിൽ ഞങ്ങൾക്ക് പിന്നെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും ഇത്രയും കള്ളപ്പണം നിങ്ങളുടെ കൈവശം എങ്ങനെ വന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പം എന്തായാലും ഇവിടുന്ന് വിടാൻ പറ്റില്ല. നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളെ ഞങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കിയിട്ട് വരും എന്നൊക്കെ തന്നെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത്. പക്ഷേ സ്വന്തം സഹോദരനെ പോലെ തന്നെയാണല്ലേ നിങ്ങളും. നിങ്ങളുടെ അനിയൻ തന്നെയല്ലേ കഴിഞ്ഞിടയ്ക്ക് നിങ്ങളുടെ ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അറസ്റ്റിലായത്. അപ്പൊ പിന്നെ ഇത് ഞങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ സാറേ? എന്തായാലും ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് അന്വേഷിക്കണം. എന്തായാലും സാർ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ എന്തായാലും ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും കണക്കിൽപ്പെടാത്ത പൈസയല്ലേ ഇതൊക്കെ. ഇനിയും ഇതിൽ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ ആദർശിനെ കുടിക്കിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ അബി. അങ്ങനെ അവരുടെ പ്ലാനൊക്കെ സക്സസ് ആയെന്ന് അയാൾ അബിയെ വിളിച്ചിട്ട് പറയുകയാണ്. അബിക്ക് അതൊക്കെ കേൾക്കുമ്പം ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അബി മനസ്സിൽ വിചാരിക്കുകയാണ്, അനന്തപുരിയിലെ പുണ്യാളൻ ഇപ്പോൾ സ്റ്റേഷനിലാണല്ലോ. അവനിപ്പോ ഒരു കള്ളനെ പോലെ സ്റ്റേഷനിൽ ഇരിക്കുകയല്ലേ. എന്തായാലും അവനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് എന്റെ കണ്ണോട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. എന്തായാലും അവൻ ലോക്കപ്പിൽ കിടക്കുമ്പോൾ ഒന്ന് പോയി കാണണം. തല കുനിച്ച് ഒരു കുറ്റവാളിയെ പോലെ അവൻ അതിനകത്ത് കിടക്കുന്നത് എനിക്ക് കാണണം. ഇങ്ങനെ ഒരു തിരിച്ചടി അവർക്ക് കിട്ടുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഇവിടുത്തെ കാരണവന് ചെല്ലട്ടെ. ചെന്ന് അയാളെ ഇറക്കാൻ പറ്റുവാണെങ്കിൽ ഇറക്കട്ടെ. കള്ളപ്പണം എവിടെ നിന്നാണ് അയാളുടെ ക്യാബിൽ വന്ന് നിൽക്കുന്നത് അവർ അന്വേഷിക്കുമല്ലോ. എന്തായാലും CCTV പരിശോധിക്കുമ്പോൾ അറിയാം ഇയാൾ നേരത്തെ അവിടെ ചെന്നിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത്ര പെട്ടെന്നൊന്നും ഈ കേസിൽ നിന്ന് ആദർശന് ഇറങ്ങാൻ പറ്റില്ലെന്നുള്ളതൊക്കെ തന്നെ അയാൾ പറയുകയാണ്. അത്ര പെട്ടെന്നൊന്നും ആദർശനെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റില്ല. കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും അവൻ അകത്ത് കിടക്കുവാണെങ്കിൽ അത്ര നല്ലതെന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അബി. എന്നിട്ട് ജലജയോടും നവ്യ